Vinayaka Chathurthi special Pidi Kozhukattai recipe ആണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കൂടിയാണ് ഇത്. Pidi Kozhukattai ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 310 ഗ്രാം ഉണ്ട് ഏകദേശം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇടിയപ്പപ്പൊടി വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഇനി ഒരു ചീനച്ചട്ടി നമ്മൾ ചെറിയ തീയിൽ വെക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തരും. പിന്നെ അതുകൂടാതെ തന്നെ അരിപ്പൊടിയും ശർക്കരയും കൂടി ഒന്ന് ചേർന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നിറം മാറും വരെയൊന്നും വറുത്തെടുക്കണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എല്ലാ പരിപ്പും ഒരുപോലെ തന്നെ ചൂടാവണം, അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. വീട്ടിൽ പൊടിച്ച പച്ചരിപ്പൊടി വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത്. നേരത്തെ അപ്ലോഡ് ചെയ്ത ചക്കയുടെ വീഡിയോയിൽ പച്ചരിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുട്ടുപൊടിക്കാണെങ്കിൽ ഒരു തരിതരിപ്പ് ഉണ്ടാവും, അതാണ് ഇടിയപ്പപ്പൊടിയെക്കാട്ടിലും ഈ കൊഴുക്കട്ടയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുട്ടുപൊടി ഒന്ന് നിറം മാറി വരുന്നുണ്ട്, ഒരു സ്വർണ്ണ കളർ പൊൻനിറമായി വരുന്നുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതൊരു പാത്രത്തിലോട്ട് ചൂട് മാറാനായിട്ട് വെക്കാം. ഇനി നമ്മുടെ ചെറുപയർ പരിപ്പ് ചൂട് മാറിയിട്ടുണ്ട്, അതൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് പഞ്ചസാരയും ഏലക്കയും ഇതിലോട്ട് ചേർക്കണം എന്നില്ല. അപ്പോൾ ഏലക്കാപ്പൊടി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലാത്ത കാരണം ഞാനൊരു 3 ഏലക്കയും കൂടി അതിലോട്ട് കുരു ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നല്ല പോലെ പൊടിച്ച് പൗഡർ പോലെ നല്ല പൊടിച്ചെടുക്കാം. ഞാനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ പരിപ്പ് മാത്രമായിട്ട് പൊടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഒരു ചീനച്ചട്ടിയിൽ 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് പൊടിയെടുത്ത അതേ 1 കപ്പിൽ തന്നെയാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് അലിയിച്ചെടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ തവി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ അലിഞ്ഞ് കിട്ടും. അലിയിച്ചെടുത്താൽ മതി, പാവ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട കാര്യമില്ല. ഇതുപോലെ ശർക്കര നല്ലപോലെ അലിഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഒരു അരിപ്പയിൽ കൂടി ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കാം. ഇതിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത പൊടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ചീനിച്ചട്ടി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ശർക്കരപ്പാനി എത്ര ഉണ്ടെന്നുള്ളതൊന്ന് മെഷർ ചെയ്തെടുക്കാം. അരിപ്പൊടിയും ശർക്കരയും മെഷർ ചെയ്ത് അതേ കപ്പിൽ തന്നെ ഒന്ന് മെഷർ ചെയ്യാം. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനി ഇപ്പോൾ 1.25 കപ്പ് ഉണ്ട്, ബാക്കി 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് 2 കപ്പ് വെള്ളമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ചീനച്ചട്ടിയിൽ. ഇനി ഒരു മീഡിയം തീയിൽ വെച്ച ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ പരിപ്പ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പരിപ്പും ഏലക്കാപ്പൊടിയൊക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണൊക്കെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കുക. ഒന്ന് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയാൽ പരിപ്പ് പൊടി ചേർത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ മാറിക്കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ച ശേഷം പുട്ടുപൊടി കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. കട്ടകളുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഇളക്കി അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഏറ്റവും ചെറിയ തീയിൽ വെച്ച് തന്നെ ബാക്കി അവസാനം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചിരിക്കുക. ഇതുപോലെ വെള്ളം വറ്റി അരിപ്പൊടി നല്ലപോലെ വെന്ത് കിട്ടും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസി മതി. തീ ഓഫ് ചെയ്ത് ഇനി ചൂട് മാറാനായിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലെ മാവൊന്ന് പരത്തി വെച്ചാൽ വേഗം തന്നെ ചൂട് മാറി കിട്ടും. മാവിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ ഇഡ്ഡലി പ്ലേറ്റിൽ ഓരോ തുള്ളി നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 പ്ലേറ്റ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുഴി കുറവുള്ള പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 തട്ടൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ എല്ലാം കൂടി 1 പ്ലേറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ നെയ്യ് തടവിയ അതേ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചൂട് നല്ലപോലെ മാറിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കയ്യിൽ കൂടുതൽ നെയ്യ് തടവി കൊടുക്കാം. ഇപ്പോൾ ചീനച്ചട്ടിയിലും കയ്യിലും ഒന്നും ഒട്ടാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് വന്നിട്ടുണ്ട്. മാവ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ കുറച്ച് മാവ് കയ്യിലെടുക്കാം. ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയ ശേഷം ഈ ഒരു 4 3 വിരൽ ഇതുപോലെ ഒന്ന് പതിച്ചു കൊടുക്കാം. ഇതാണ് പിടി കൊഴുക്കട്ടയുടെ ഷേപ്പ്. ഓരോന്നായിട്ട് ഇഡ്ഡലി തട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒറ്റ ഇഡ്ഡലി പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു 3 4 തട്ടിൽ വെച്ച് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വാഴയില നല്ലപോലെ കഴുകിയ ശേഷം തുടച്ച ശേഷം അതിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ നെയ്യ് തടവിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ 16 കൊഴുക്കട്ടയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള കൊഴുക്കട്ടയും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഈ പ്ലേറ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം.
അടച്ചു വെച്ച ശേഷം ഒരു മീഡിയം തീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്ത് ആ ഇഡ്ഡലി തട്ടൊന്ന് മാറ്റി താഴെ വെച്ച് കൊടുക്കാം. കൂടുതൽ സമയം ഇതൊന്ന് ആവി കയറ്റി എടുത്താൽ വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോകും, കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൊഴുക്കട്ട ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം, ഈസി ആയിട്ട് ഇതുപോലെ പിളർന്നെടുക്കാൻ പറ്റണം. കുട്ടികൾക്കൊക്കെ ഇത് 4 മണി പലഹാരമായിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്